യെസ്, നമ്മൾ ഡേ 3 ആണ്. നമ്മളിപ്പം കൊടൈക്കനാലാണ്. കൊടൈക്കനാലിൽ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ദ ജാക്സ് ഹിൽ ടോപ്പ് എന്ന് പറഞ്ഞൊരു റിസോർട്ടല്ല, ഒരു റൂംസ്. ഈ ഒരു റൂമാണ് നമ്മളെടുത്തത്. ഇപ്പോൾ രണ്ടും അവന്മാർ ഉറങ്ങുവാണ്. ഇതുവരെ എണീച്ചിട്ടില്ല. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഇതാണ് റിസപ്ഷൻ. കാഫറ്റീരിയ അല്ല, കോഫിയൊക്കെ കിട്ടുന്ന സ്ഥലം. ഓക്കെ, ഇത് കുറച്ച് ഉള്ളിലോട്ടാ. ഇവിടുന്ന് ഓക്കെ കാണാൻ പറ്റത്തില്ല. സോമാരെ എണീറ്റിട്ട് കാണാം. ഗൈസ്, അഫ്സൽ എണീറ്റ്. ഒരാൾ എണീറ്റേ ഉള്ളൂ ഇതുവരെയായിട്ട്. ഞാനൊക്കെ നേരത്തെ എണീറ്റ്. ഇല്ല, ഞാൻ എണീറ്റപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ എണീറ്റത് 5:30 എന്തോ. അപ്പം ഫുള്ള് മഞ്ഞായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പം വെയിലായി. ബാക്കിലൊരു കൂട്ടം ഫാമിലീസ്. സോ ഇനി അടുത്ത് അവരെണീക്കുമ്പോൾ കാണാം. നമ്മൾ കോഫി പറഞ്ഞല്ലേ, 2 കോഫി പറഞ്ഞു. ഇനി അവരെണീക്കുമ്പോൾ ബാക്കി കാണാം. നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഇതാണ് കൊടൈക്കനാൽ ഹോസ്പിറ്റൽ. ഇവിടെ നമ്മൾ എന്തിനാ വന്നത്? ഇഞ്ചക്ഷൻ എടുക്കാം. നമ്മളെടുത്ത റിസോർട്ടിൽ ഒരുത്തന് പനി, വേറൊരു ഫാമിലിയിൽ ഒരുത്തന് പനി. അങ്ങനെ അവനെ കാണിക്കാൻ കൊണ്ടുവന്ന. അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. നേരെയാണ്. അപ്പോൾ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ട് പുള്ളി വരും. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തി. ഉമ്മാരെ എണീറ്റ് കാണുക. തിരിച്ച് നമ്മുടെ റൂമിലെത്തില്ലേ? യെസ്, നമ്മളിപ്പോൾ ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അവർ ഫുഡൊക്കെ വരണം കേസ്. അതൊക്കെ കഴിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നതാണ്. എന്നിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഒരുപാട് സ്ഥലം കൊടൈക്കനാൽ ഇഷ്ടമുള്ള കാണാനുണ്ട് കേസ്. എല്ലാം കാണിച്ചിരുന്നായിരിക്കും അല്ലേ? എല്ലാം കാണിച്ചിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പുറത്ത് ഒരു നൈസ് വ്യൂ ഉണ്ട്. അതിനാ നിങ്ങൾക്ക് ഞാൻ വെളുപ്പിനെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഉമ്മാർ ഉറക്കായിരുന്നു. കാണിച്ചുതരാം, അങ്ങോട്ട് പോയി കാണിച്ചു തരാം. ഇതിലാണ് എന്താ വലുത്. നമുക്ക് പോണം. തമിരായി ഇവിടെ ആരോ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. വണ്ടി അവിടെ കിടപ്പുണ്ട്. ആരോ പാട്ടിട്ടേക്കുന്ന അവിടെ. ഇതാണ് ഇവിടത്തുള്ള വ്യൂ. അടിപൊളി വ്യൂ ആണ്. അടിപൊളി വ്യൂ. അവിടെയാന്ന് തോന്നുന്നു പാട്ടിട്ടേക്കുന്നത്. ഭയങ്കര സൗണ്ട്, ഇറിറ്റേഷൻ. ഇവിടെ പൂരി എത്തി. എങ്ങനെയുണ്ട് പൂരി? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സോഫ്റ്റ് പൂരി. ചമ്മന്തി അത് ഇവിടുത്തെ തണുപ്പ് കാരണോ? അത് കിഴങ്ങറിയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കഴിച്ചിരുന്ന് കാണാം അല്ലേ? അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാ. അത് കണ്ടോ, അത് മഞ്ഞിറങ്ങുന്ന അവിടെ നിന്ന്. ഇങ്ങനെ മഞ്ഞിറങ്ങുന്നു. ഇത് തീയിടുന്ന അവിടെ. സോ നമുക്ക് പോകാം. പാത അവിടെ പോകണ്ടോ? വണ്ടിയിലേക്ക് ലഗേജ് കയറ്റുന്ന. അപ്പോൾ നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ. വരുന്നു. അപ്പം റൂം ഫുള്ള് കാലിയാക്കി. റൂം ഫുൾ കാലിയല്ലേ? കാലിയാക്കിയില്ലേ? യെസ്. നമ്മളിവിടെ നിന്ന് നേരെ കൊച്ചിക്കായിരിക്കും. കൊടൈക്കനാൽ ഫുള്ള് കറങ്ങിയിട്ട് കൊച്ചി. നർമ്മ ഇറങ്ങിയില്ല, നർമ്മ ഇറങ്ങണം ഇനി. ഗൈസ്, അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് കൂക്കൽ ലേക്ക് വ്യൂയിൽ എത്തിയിട്ടുണ്ട്. ദിസ് ഈസ് കൂക്കൽ ലേക്ക്. എന്താ കൂക്കൽ ലേക്ക് അങ്ങനെ പറഞ്ഞ പേരല്ലേ? എങ്ങനെയുണ്ട് സ്ഥലം? നർമ്മോ? വാം ക്ലൈമറ്റ്, കൂടുതൽ തണുപ്പില്ല ചൂടുമില്ല. ലേക്ക് വ്യൂ എങ്ങനെയുണ്ട്? വേസ്റ്റ് ഒക്കെ ഇട്ടേക്കാണ് ഇവിടുത്തെ ആൾക്കാരല്ല, ഇവനെ പോലുള്ളവന്മാർ വന്ന്, ഈ അഫ്സലിനെ പോലുള്ളവന്മാർ വന്ന് ഈ ലേസൊക്കെ വന്നിട്ട് ഇവിടെ ഇട്ടിട്ട് പോകും. ആ പിന്നെ നീ തന്നെയാണ്. ഇവിടെ ഇതുണ്ടോ ഒറിയോ ബിസ്ക്കറ്റ്, ഇതെല്ലാം മേടിച്ചോണ്ടിരിക്കും. കൊച്ചു പിള്ളേരെ പോലെ ഇതൊക്കെ സ്നാക്സ് മേടിച്ച് നിറയ്ക്കും. എന്നിട്ട് ഇത് തിന്നോണ്ട് നടക്കും. ഗൈസ്, അങ്ങനെ നമ്മൾ ഏതൊരു സ്ഥലത്തെത്തി. അഫ്സലെ, ഈ സ്ഥലത്തിന് പേരെന്തുവാ? അഫ്സലെ പൊട്ടാ, ഈ സ്ഥലത്തിന്റെ പേരെന്താ? എന്ത് അറിയത്തില്ലേ? അതൊന്നുമില്ല. എങ്ങനെയുണ്ട് സ്ഥലം?
അപ്പൊ ഇവിടെ കയറാൻ ടിക്കറ്റ് ഒക്കെ എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് കയറിയിട്ട് ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്, പിന്നെ വെറുതെ കയാക്ക് ഉണ്ട്, പിന്നെ മറ്റേ ഹോഴ്സ് റൈഡിങ് ഉണ്ട്, പിന്നെ വഞ്ചി അതുണ്ട്, പിന്നെ മാനവൂർ ലേക്ക് അങ്ങനെ എന്തോ ലേക്ക് ഉണ്ട്. ആ ലേക്കാണ് ഇവിടെ മെയിൻ. പിന്നെ കുറച്ച് ഇതണക്കത്തെ സ്റ്റോർസ് ഉണ്ട് അല്ലേ, അത്രേ ഉള്ളു ഇവിടെ. ഒന്നും കാണാനില്ല. സോ അവിടെയൊക്കെ ഫാമിലീസ് വന്നിരിപ്പുണ്ട്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇതാണ് ട്രക്കിംഗ് ഷെഡ്, അതാണ് മാനവന്നൂർ. ആ മാനവന്നൂർ ലേക്കിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ വണ്ടിയിൽ നമ്മളെ കൊണ്ടുപോകും എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ. പക്ഷെ നമുക്ക് നടക്കാം, നടന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലേ, അതാണ്. സോ വണ്ടി കൊണ്ട് പെട്ടെന്ന് എത്തി, അതാ കണ്ട് പോവാം. അഫ്സലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഇനി എന്തെങ്കിലും വേറെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഒരു പാർക്ക് ഉണ്ട്, വേറെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അവിടെ ഒരു പോത്തുണ്ട്, ആ പോത്ത് കറുപ്പ് ഡ്രസ് ഇട്ടാ കറുപ്പ് പോയി പേടിച്ചിട്ട് വരുന്നു. അതാ ഈ പുള്ളിക്കാരൻ, ഈ അണ്ണനെ നമുക്ക് പറഞ്ഞു തന്ന സീനാന്ന്. അത് കുത്താൻ പോയി. അപ്പൊ ഞാൻ ഈ ബാത്റൂമിൽ കാണും. ബൈ ബൈ. നമുക്ക് അണ്ണനുണ്ട്, നമ്മുടെ അണ്ണൻ നമുക്ക് സേഫ്റ്റിയാണ് പറഞ്ഞുകൊണ്ടാണ് 3 കോടി കിടന്നേ. 3 സീൻ. ഞങ്ങൾ ആ പാർക്കിൽ കയറാൻ പോയതാ. ഹായ് 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 ഹായ്. ശരി എന്നാ, ഓക്കെ ബൈ ബൈ. അഫ്സലിനെ കൊണ്ട് തീറ്റിപ്പിക്കാം. ഇങ്ങ ഇവിടെ കൊറേ ഉണ്ട്. മാജിക് മഷ്റൂം ആണ്, അണ്ണൻ സീനാണ്. വശമാടാ അത്. നമ്മൾ ലേക്കിലെത്തി, ഇതാണ് ലേക്ക്. എങ്ങനെയുണ്ട് നിർമ്മൽ ലേക്ക്? നല്ല വ്യൂ ഗൈസ്. നമുക്ക് താഴോട്ട് പോവാം. അവസരമുണ്ട്, നമുക്കിവിടെ ഇരിപ്പുറപ്പിക്കാം. അയ്യോ, ഇവിടെ നിന്ന് ഇറങ്ങി നിർമ്മൂനി അവിടെ ഇവിടെ യെസ്. ഗുണാക്കേവ് അടച്ചില്ലെങ്കിൽ, ഗുണാക്കേവി കാണാനില്ലെങ്കിൽ നേരെ കൊച്ചി. എനിക്കൊന്ന് ഗുണാക്കേവ് ചിലപ്പോൾ അടയ്ക്കും, കാരണം ഒരുപാട് പോവാറുണ്ട്. അങ്ങനെ നമ്മൾ സൂയിസൈഡ് പോയിന്റിലെത്തി. സൂയിസൈഡ് പോയിന്റിലെത്തി. നമ്മൾ ഗുണാക്കേവ് പോയായിരുന്നു ഗൈസ്, അവിടെ ക്ലോസ് ആയി. നമ്മൾ 2 മിനിറ്റ്സ് ലേറ്റ് ആയി, 1 മിനിറ്റ് ലേറ്റ് ആയി. നമ്മൾ ചെന്നപ്പോൾ അവരങ്ങോട്ട് പോയി ക്ലോസ് ചെയ്ത്. സോ നമ്മൾ സൂയിസൈഡ് പോയിന്റിൽ ഒന്ന് വെടി വെക്കാൻ പോവല്ലേ. യെസ് ഗൈസ്, എടെ നോക്കട്. പൂച്ച റെഡി. ഓക്കെ, നോർമൽ വെടിവെക്കാൻ പോവാ. ലൈക്ക് ഓക്കെ ഓക്കെ. ഇനിയുണ്ട്. ഹലോ, സേ ഹായ്. What's your name? Jason Roy. England opener, sir. near our school. St. Peter's. Yeah. അടുത്ത വെടിക്കാൻ പോവാ. അടുത്ത എവിടെ പൊടിക്കണം പറ. സൂയിസൈഡ് പോയിന്റിലേക്ക് പോണ വഴി. രണ്ട് സൈഡിലും കടയൊക്കെ ഉണ്ട്. ഇപ്പം അടച്ചല്ല, എന്താ ആനിമേ ക്യാരക്ടേഴ്സ്. സോ നമുക്കിനി അവിടെ എത്തും. കുറച്ചും കൂടെ നടന്നാൽ മതി. അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് നേരെ കൊച്ചിയിലെത്തി അല്ലേ നർമ്മു? ഞങ്ങൾ എറണാകുളം കലൂർ സ്റ്റേഡിയത്തിന്റെ പ്ലേറ്റഡ് എന്ന് പറഞ്ഞ കടയിലായിരിക്കുന്ന ഫുഡ് ഓർഡർ ചെയ്തല്ലേ, ഇൻഫ്യൂസ്ഡ് ചിക്കൻ. അപ്പം ഞങ്ങള്
കൊടൈക്കനാലിൽ നിന്ന് ഒറ്റ വരക്കുമായിരുന്നു, പെട്ടെന്ന് എത്തിയല്ലേ. പറഞ്ഞാൽ വണ്ടി ഇരുന്ന് മടുത്ത് ഇരുന്ന് മടുത്ത് ഇവിടെ എത്തി. ഇനി നാളെ കൊച്ചി ഫുള്ള് കാണാല്ലേ. യെസ് ഗൈസ്, നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇതാണ് ഫുഡ്. അങ്ങനെ നമ്മൾ എറണാകുളത്ത് റൂമെടുത്ത്, ഇതാണ് റൂം. അപ്പം ഇതാണ് നമ്മുടെ എറണാകുളം എടുത്ത റൂം. ഇതൊരു പുതുതായിട്ട് തുടങ്ങിയത് പുതിയ റൂം അല്ലേ, പുതിയൊരു അപ്പാർട്ട്മെന്റ് എടുത്തവര്. അപ്പൊ അത് നമ്മൾ ഫസ്റ്റ് നമ്മളാ ഉദ്ഘാടനം ചെയ്തത്. സോ അപ്പൊ ഇനി രാവിലെ ആണോ? രാവിലെ എല്ലാവരും ഫ്രഷ് ഉറങ്ങി ഫ്രഷ് ആയിട്ട് കാണാൻ. ബൈ.